നിയമവിദഗ്ധൻ അഡ്വക്കേറ്റ് കൃഷ്ണരാജ് കൂടി ഒപ്പം ചേരുന്നു. അഡ്വക്കേറ്റ് കൃഷ്ണരാജ്, ഹൈക്കോടതിയുടെ ഇടക്കാല ഉത്തരവ് അങ്ങ് കണ്ടു കാണും. കൃത്യമായ സമയത്തോ ഹൈക്കോടതിയുടെ നിർദ്ദേശങ്ങൾ, നിരീക്ഷണങ്ങൾ, ഇടപെടൽ? അങ്ങ് സത്യം പറയാമല്ലോ, ഞാൻ ഹൈക്കോടതിയുടെ ഉത്തരവ് വായിക്കാൻ പറ്റില്ല. ജനം ടി വിയിലെ ന്യൂസ് മാത്രമേ കണ്ടു. ഞാൻ യാത്രയിലാണ്, അങ്ങേക്ക് അറിയാമെന്ന് തോന്നി. ജനം ടി വിയിൽ അവരോട് പറഞ്ഞിരുന്നു. ഞാൻ രാജ്കോട്ടിൽ നിന്നുള്ള യാത്രാമധ്യക്ക് മുംബൈ എയർപോർട്ടിലാണ്. ലൗഞ്ച് ചെയ്തിരുന്നാണ് ഈ അഭ്യാസം കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇന്നത്തെ ഓർഡർ എന്ത് വന്നാലും ഇന്നത്തെ രണ്ട് കാര്യമുണ്ട്. എനിക്ക് ഇന്ന് ഈ ഒരു ചർച്ചയിൽ പങ്കെടുത്ത് പറയാൻ പറ്റുന്ന രണ്ട് കാര്യമുണ്ട്. ഒന്ന്, ഞാൻ ഇന്ന് കോടതിയിൽ ഇല്ലായിരുന്നു, അപ്പൊ അതുകൊണ്ട് ഇന്ന് എന്താ നടന്നത് അറിയില്ല. പക്ഷെ ആ നോട്ടിഫിക്കേഷൻ ഞാൻ കണ്ടു കോടതിയുടെ. എന്നെ കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറയൂ. ആ നോട്ടിഫിക്കേഷന് എന്ത് കാര്യത്തിലാണ് അങ്ങനെ, അതായത് ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്താൻ കോടതി തീരുമാനിച്ചത് എന്ത് കാര്യത്തിലാണെന്ന് എനിക്ക് യാതൊരു ധാരണയില്ല. കാരണം നമ്മളിപ്പോ പൊക്കോണ്ടിരിക്കുന്ന സുപ്രീം കോടതി ലൈവ് സ്ട്രീമിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു രാജ്യത്താണ്. അതായത് ചോദിക്കാനിരിക്കുകയായിരുന്നു, എന്തുകൊണ്ട് എനിക്കറിയില്ല എന്താണെന്നുള്ളത്. നാളെ ഞാൻ കോടതി വന്നതിന് ശേഷം തീർച്ചയായിട്ടും, കാരണം വെച്ചാൽ ഇവിടെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ ഈ രാഷ്ട്രീയക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും കിടപ്പ് ജയചന്ദ്രൻ മാഷും ജയചന്ദ്രനും നമ്മുടെ BJP-യുടെയും രണ്ട് ജയചന്ദ്രന്മാരും ഭയങ്കര കടിപിടി. വേറെ ഏതെങ്കിലും ചാനലിൽ പോയി കഴിഞ്ഞാൽ അവിടെ കിടന്ന് CPM-കാരും BJP-ക്കാരും കോൺഗ്രസ്സുകാരും കടിപിടി. ആക്ച്വലി ഇതിനകത്തുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആരാണ്? ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ്. ഇവരാരും പൈസ ഒന്നും അവിടെ കൊണ്ട് ഇടുന്നില്ലെന്നേ. ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളാണ്. ആ ഭക്തജനങ്ങളല്ലേ കറക്റ്റ് ആയിട്ടുള്ള വിവരങ്ങൾ അറിയണ്ടേ? ആ ഭക്തജനങ്ങൾ എങ്ങനെയാണ് വിവരം അറിയേണ്ടത്? ഓപ്പൺ ആൻഡ് ട്രാൻസ്പെറന്റ് ഉള്ള പ്രൊസീഡിങ്സ് ആയിരിക്കണ്ടേ കോടതിയിൽ നടക്കേണ്ടത്? അതെന്താണ് കോടതിക്ക് മറച്ചു വെക്കാനുള്ളതെന്ന് എനിക്കറിയില്ല. അത് വളരെ ഒരു ഡ്യൂബിയസ് ആയിട്ടുള്ള, മനസ്സിലാക്കാൻ പറ്റാത്ത ഉത്തരവാണ്. ജസ്റ്റിസ് രാജാ വിജയരാഘവൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള ജഡ്ജാണ്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഞാൻ ഇപ്പോഴും എറണാകുളത്ത് എത്തിയിട്ടില്ല. എനിക്ക് നാളെ എറണാകുളത്ത് എത്തി അവിടെ കോടതിയിലെ ചെന്ന് അതിന്റെ വിവരങ്ങൾ മനസ്സിലാക്കിയില്ല. കാരണം ജോൺ ലീഡറിനെ പോലും പുറത്താക്കിയിട്ടാണ് ഇൻ ക്യാമറ നടന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ നേരത്തെ ജയചന്ദ്ര മാഷ് പറഞ്ഞ മാതിരി സർക്കാരിനെ പൂർണ്ണമായി അവിശ്വസിച്ച് അങ്ങനൊന്നും അല്ല. അതിനിപ്പോ സർക്കാരിനെ അവിശ്വസിച്ചാലും കോടതിക്ക് പിന്നെ ഇൻ ക്യാമറ പ്രൊസീഡിങ്സ് നടത്തേണ്ട ഒരു കാര്യമില്ല. കാരണം കോടതി പറഞ്ഞിട്ട് ഇൻവെസ്റ്റിഗേഷൻ നടക്കുന്നു. ആ ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടെല്ലാം സീൽഡ് കവറിൽ കോടതിക്ക് കിട്ടുന്നു. സോ പിന്നെ എന്താണ് ഇന്നത്തെ ഈ പറഞ്ഞ നാട്ടുകാർ, അതായത് ഈ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറഞ്ഞാൽ ആരെ? കോടതിയൊന്നും അല്ല ഇതിനകത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ജസ്റ്റിസ് രാജാ വിജയരാഘവനോ അദ്ദേഹത്തിന്റെ കൂട്ടിക്കുന്ന ജസ്റ്റിസ് ജയകുമാറോ ഞാനോ കൃഷ്ണരാജോ പിന്നെ ജയചന്ദ്രൻ മാഷോ ആരുമല്ല, അനിൽ വിളയിലോ ഒന്നുമല്ല. നമ്മളെല്ലാം ലക്ഷക്കണക്കിന് ആ ശബരിമലയിൽ പോയി ക്യൂ നിന്ന്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് കേരളത്തിലെ അമ്പലങ്ങളിൽ പോയി ഹൃദയം പൊട്ടി പ്രാർത്ഥിക്കുന്ന ഭക്തജനങ്ങളാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അവർക്കറിയണ്ടേ എന്താ നടക്കുന്നത് എന്നുള്ളത്? അപ്പൊ അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ഞാനത് നാളെ കോടതി പോയിട്ട് ഞാനത് ക്ലാരിഫൈ ചെയ്ത് അതിന് വേണ്ട നിയമ നടപടികൾ എടുക്കുന്നുണ്ട്. വേണ്ടി വന്നാൽ സുപ്രീം കോടതിയിൽ തന്നെ പോയിരിക്കും. വേറെ തർക്കവും വേണ്ട. കാരണം അങ്ങോട്ട് നോട്ടിഫിക്കേഷൻ എടുക്കുന്നത് ശരിയാണെന്ന് എനിക്ക് പേഴ്സണലായിട്ട് അഭിപ്രായമില്ല. ബട്ട് ആസ് എ ലോയർ ഐ ഡോണ്ട് നോ വാട്ട് ഈസ് എക്സാക്ട്ലി ട്രാൻസ്പയർഡ് ഇൻ ദ കോർട്ട്. അത് നാളെ അവിടെ ചെല്ലുമ്പോൾ എനിക്ക് മനസ്സിലാവും. പിന്നെ ഇപ്പൊ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന അനിൽ വിളയൽ, അദ്ദേഹം VHPയുടെ ജനറൽ സെക്രട്ടറിയാണ്. നിങ്ങൾ ഈ പറഞ്ഞ ശബരിമല 2019, 2025 പിന്നെന്താ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി, വാസു, പിന്നെന്താ ഇപ്പോഴത്തെ കാട്ടുകള്ളൻ പ്രശാന്ത്, അങ്ങനെ കുറെ ഫ്രോഡുകളുടെ കാര്യം മാത്രം സംസാരിച്ചിട്ടുണ്ട്. ഇതൊന്നും അല്ല വിഷയം. ഇതൊരു നിസ്സാര കാര്യമല്ലേ? നിങ്ങൾക്കറിയാമോ, ഈ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ മാത്രം ക്ഷേത്രങ്ങളിൽ ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അതായത് ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ എന്ന ഉദ്യോഗസ്ഥരെ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന ഉദ്യോഗസ്ഥർ കൃത്യമായി അവിടുത്തെ സ്ട്രോങ് റൂമിലുള്ള പിന്നെ ദേവസ്വം വാല്യൂബിൾസിന്റെ തൂക്കവും കണക്കും അപ്രൈസലും നടത്തി അടുത്ത ആൾക്ക് ഹാൻഡ് ഓവർ ചെയ്തിട്ടാണ് ട്രാൻസ്ഫർ ചെയ്ത് അല്ലെങ്കിൽ റിട്ടയർ ചെയ്ത് പോകേണ്ടത്. ഇത് നടന്നിട്ട് വർഷങ്ങളായെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? ഇത് ആർക്കും അറിയില്ല അവിടെ എന്തോ നടക്കുന്നില്ല. എന്തെങ്കിലും സാധനങ്ങൾ ഉണ്ടോന്ന് അറിയില്ല. ഇപ്പൊ ഈ പൂർണ്ണത്രയീശന്റെ ക്ഷേത്രത്തില് 2006 തോന്നുന്നു, 2007 കണ്ടോ ഒരു അപ്രൈസൽ നടത്താൻ പറഞ്ഞത്. അപ്രൈസൽ ആ അപ്രൈസൽ റിപ്പോർട്ടിൽ പോലും ഒരു വക്കീലിനെ വെച്ചിട്ടാണ് അന്ന് ചെയ്തത്. ആ അപ്രൈസൽ റിപ്പോർട്ടിൽ വന്നപ്പോൾ പോലും മാറ്റു കുറഞ്ഞു എന്ന് എഴുതിയിരിക്കുന്നത്. പലതും വ്യാജമാണെന്നേ. അങ്ങനത്തെ സാധനമേ ഇല്ല. കാരണം ഈ മാറി വന്ന ഇടത് വലത് സർക്കാരുകൾ അവരുടെ ആൾക്കാരെ മുഴുവൻ ദേവസ്വത്തിലേക്ക് സ്റ്റാഫായിട്ട് വയ്ക്കുക. ഒരു ക്വാളിഫിക്കേഷൻ നോക്കാതെ, ഒരു കാര്യങ്ങളും ചെയ്യാതെ. ഈ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് എന്ന് പറഞ്ഞ് വന്നേക്കുന്ന ഒരു രാജഗോപാലൻ എന്ന് പറഞ്ഞിട്ടൊരു അഡ്വക്കേറ്റ് ആണ്. അതേ പക്ക CPM-കാരനാണെന്നേ. അദ്ദേഹം ഇടയ്ക്ക് കുറച്ചാൾ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്നു. അയാളെ കൊണ്ടൊന്നും ഇപ്പൊ ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ചെയർമാനായിട്ട് വെച്ചിട്ടുണ്ട്. മൊത്തം തട്ടിപ്പം.
ആകെ മൊത്തം തട്ടിപ്പ്. നിങ്ങൾ ദേവസ്വം ബോർഡ് ഓഫീസിലേക്ക് ഒന്ന് പോയി നോക്കൂ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഒന്ന് പോയി നോക്കൂ. അത് ഈ പറഞ്ഞ ഒരു പാർട്ടി ഓഫീസാണെന്ന് നമുക്ക് തോന്നുള്ളൂ. 10,000-4,000 പേര് അവിടെ നിന്ന് ജോലി ചെയ്യുക. എന്ത് കാര്യത്തിനാ? ഇപ്പൊ പാവക്കുളം അമ്പലം നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കുമല്ലോ. പാവക്കുളം അമ്പലത്തിൽ എത്ര പേര് ജോലി ചെയ്യുന്നുണ്ട്? അവിടുത്തെ ശാന്തിമാരും കഴകക്കാരും അല്ലാതെ. ദേവസ്വം ഭരിക്കുന്ന ആരാ? അവിടെ ഒരു മാനേജർ ഉണ്ട്, ആകെ അയാളേ ഉള്ളൂ. പിന്നെ കണക്ക് വിശ്വഹിന്ദു പരിഷത്തിന് ജനറൽ ബോഡിയിൽ വെക്കും കണക്ക്, അത്രേ ഉള്ളൂ ആകെ. ക്ഷേത്രം ഭരിക്കാൻ എത്ര പേര് വേണം? ഇതെന്തോന്ന് ഈ നടക്കുന്നത്? ഇത് മൊത്തം ഇത് മൊത്തം ഈ പറഞ്ഞ മാതിരി നമ്മുടെ ഭക്തരുടെ കാശ് വാങ്ങിച്ചിട്ട് രാഷ്ട്രീയം കളിക്കുകയാണ്. ഇത് എന്നിത് അവസാനിക്കുന്ന ഒന്നല്ല, തീരില്ല. ഞാൻ വിശ്വഹിന്ദു പരിഷത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന കേസ് അത് തന്നെയാണ്. എൻടയർ ക്ഷേത്രത്തിലെ വാല്യുവേഷൻ എടുക്കുക എന്നുള്ളതാണ്. എല്ലാ വസ്തുക്കളുടെയും അപ്രൈസൽ നോക്കുക എന്നുള്ളതാണ്. അത് നോക്കുമ്പോൾ അറിയാം ഈ വർഷങ്ങളായിട്ട് ഈ കാട്ടുകള്ളന്മാർ ഈ ഇടതും വലതും മാറി ഇതിനകത്ത് കോൺഗ്രസും ഉണ്ട്, ആർക്കും ഇതിനകത്ത് കൈയെഴുതാൻ നോക്കില്ല. ഇവരെല്ലാരും കൂടെ അടിച്ചു മാറ്റിയത് തന്നെയാണ്. അതിന് യാതൊരു തർക്കവുമില്ല. അല്ല, അത് തന്നെയാണ് ശ്രീ ടി പി ജയചന്ദ്രൻ മാസ്റ്ററും അഡ്വക്കേറ്റ് അനിൽ വിളയിലും ഒക്കെ പറഞ്ഞു വന്നത്. ശ്രീ കൃഷ്ണരാജ്, ഞാൻ അങ്ങയിലേക്ക് വരാം.